പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്: ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ എന്താണ്, അതുപോലെ ഡിപ്രീസിയേഷൻ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ എന്ന ഈ ടേമിനുള്ള ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഡിപ്രീസിയേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അസറ്റുകളെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങിയ സമയത്ത് വിവിധ തരം അസറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലൊരു ഗ്രൂപ്പ് ഓഫ് അസറ്റാണ് ഫിക്സഡ് അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. അസറ്റ്സ് ആർ ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന് സ്വന്തമായിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. പലതരം അസറ്റുകളുണ്ട്. ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, കറൻറ്റ് അസറ്റ്സ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വേസ്റ്റിംഗ് അസറ്റ്സ് തുടങ്ങിയ വിവിധ കാറ്റഗറി അസറ്റ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മൾ ഡിപ്രീസിയേഷൻ പരിഗണിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ്സിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരിയഡ്. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരുപാട് കാലങ്ങളോളം ഉപയോഗിക്കാൻ കഴിയുന്ന ബിസിനസ് ഓപ്പറേഷൻസിന് സഹായിക്കുന്ന പ്രോപ്പർട്ടീസാണ് ഫിക്സഡ് അസറ്റ്സ്. എക്സാമ്പിൾ നമുക്കറിയാം, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, വെഹിക്കിൾസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോ ഓൺ. അങ്ങനെ ഒരുപാട് തരം ഫിക്സഡ് അസറ്റുകളെ കുറിച്ച് നമുക്കറിയാം. ആ കൂട്ടത്തിൽ വരുന്ന ഐറ്റമാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റാണ്. അതോടൊപ്പം ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റാണ്, അതോടൊപ്പം തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പാറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്, അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റാണ്. നമുക്കിനി ഡിപ്രീസിയേഷൻ എന്താണെന്ന് പറയുമ്പോൾ ഈ അസറ്റുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻ എവരി ബിസിനസ് ഓർഗനൈസേഷൻ ദർ ആർ സർട്ടൻ ഫിക്സഡ് അസറ്റ്സ് ദറ്റ് ആർ നീഡഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് സ്ഥാപനങ്ങളിലും ആ ബിസിനസ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ കുറേ അധികം ഫിക്സഡ് അസറ്റുകളുണ്ട്. ഈ ഫിക്സഡ് അസറ്റുകളൊന്നും ഇല്ലെങ്കിൽ ബിസിനസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ബിൽഡിംഗ് വേണം, ഫർണിച്ചർ വേണം, മെഷീനറി വേണം, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വേണം, വെഹിക്കിൾസ് വേണം, പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം, ലാൻഡ് വേണം, എറ്റ്സെട്ര. ഇങ്ങനെ ഒരുപാട് ഫിക്സഡ് അസറ്റുകൾ എല്ലാ ബിസിനസ്സിനും ആവശ്യമാണ്. ആ ബിസിനസ്സിൻ്റെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി, ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് തരം ഫിക്സഡ് അസറ്റുകൾ ആവശ്യമുണ്ട്. എക്സാമ്പിൾസ് ആർ ബിൽഡിംഗ്, ലാൻഡ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ്, എറ്റ്സെട്ര. ദീസ് അസറ്റ്സ് ഹാവ് ഡെഫിനിറ്റ് സ്പാൻ ഓഫ് ലൈഫ്, after the expiry of which the assets will lose their usefulness for the business operations. ഈ അസറ്റുകളെല്ലാം തന്നെ ദീർഘകാലം ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഓരോ അസറ്റിൻ്റെയും ഒരു കാലാവധി പൂർത്തിയാവുമ്പോൾ അത് യൂസ്ലെസ് ആവും, അഥവാ ഉപയോഗശൂന്യമാവും. പിന്നീട് അത് പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു കണ്ടീഷൻ വരും. അങ്ങനെ ഒരു സാഹചര്യം അറൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഓരോ അസറ്റിനും ഒരു നിശ്ചിത കാലാവധി, ഒരു ലൈഫ് ഉണ്ടായിരിക്കും. ആ കാലാവധി പൂർത്തിയാകുമ്പോൾ പിന്നീട് ആ അസറ്റ് ഉപയോഗശൂന്യമായി മാറും, ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അഥവാ ഓരോ ഫിക്സഡ് അസറ്റിനും ഒരു പ്രത്യേക ലൈഫ് ഉണ്ട്. ആ ലൈഫ് പൂർത്തിയായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി 10 വർഷമാണ് അതിൻ്റെ ഏകദേശം വർക്ക് ചെയ്യാൻ കഴിയുന്ന കാലാവധിയെങ്കിൽ ആ മെഷീൻ്റെ ലൈഫ് 10 വർഷമാണ്. ആ മെഷീൻ 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും, മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടി വരും. ഒരു വണ്ടി, ഒരു വെഹിക്കിൾ, അതിനൊരു 15 വർഷമാണ് കാലാവധി സാധാരണഗതിയിൽ. അപ്പോൾ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിക്കേണ്ടി വരും. ഒരു ബിൽഡിംഗ്, അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി പൂർത്തിയാകുമ്പോൾ പിന്നീട് അത് മാറ്റി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഓരോ ഫിക്സഡ് അസറ്റിനും ഒരു പ്രത്യേക കാലാവധിയുണ്ട്.
ഒരു ലൈഫ് ഉണ്ട്. ആ ലൈഫ് പൂർത്തിയാവുമ്പോൾ അത് മാറ്റി സ്ഥാപിക്കേണ്ടതായി വരും. ദെൻ ഡിപ്രീസിയേഷൻ എന്താണെന്ന് അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. fall in the value of assets due to their constant use and expiry of time is termed as depreciation. നമ്മൾ ഓരോ അസറ്റ് വാങ്ങുമ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മൂല്യം, ഒരു വില ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണിത് കുറയുന്നത്? ഡ്യൂ ടു ദെയർ കോൺസ്റ്റൻറ്റ് യൂസ്, തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് ടൈം, ഓരോ അസറ്റിൻ്റെയും കാലാവധി പൂർത്തിയാകുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ഫോൾ, കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഇൻ അതർ വേർഡ്സ്, the process of allocation of the cost of a fixed asset over its useful life is known as depreciation. The process of allocation of cost of a fixed asset over its useful life is known as depreciation. ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ്, അതിൻ്റെ വില, അതിൻ്റെ ജീവിതകാലം മുഴുവൻ ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കാം. ഫോർ എക്സാമ്പിൾ, 10 ലക്ഷം രൂപയുള്ള വിലയുള്ള ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു. 10 വർഷമാണ് ആ മെഷീൻ്റെ കാലാവധി, അതിൻ്റെ ലൈഫ്. 10 വർഷം കഴിഞ്ഞാൽ ആ മെഷീൻ മാറ്റി പുതിയത് വാങ്ങേണ്ടി വരും. അപ്പോൾ ആ മെഷീൻ്റെ വാല്യൂ 10 ലക്ഷമാണ്. 10 വർഷമാണ് ആ മെഷീൻ്റെ ലൈഫ് എങ്കിൽ ആ ടോട്ടൽ 10 ലക്ഷം രൂപയെ നമ്മൾ 10 വർഷത്തേക്ക് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുക. അഥവാ ഒരു വർഷം 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എക്സ്പെൻസായി കാണിക്കുകയാണ്. അഥവാ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഓരോ വർഷവും 1 ലക്ഷം വീതം. അങ്ങനെ നമ്മൾ ആ കോസ്റ്റിനെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ സിമ്പിളായിട്ട് ഇറ്റ് ഈസ് ദ ഫോൾ ഇൻ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്ന ആ ഒരു സാഹചര്യത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടേമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിനൊരു ഡെഫിനിഷൻ, ഡിപ്രീസിയേഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ഈസ് ദ ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഫ്രം എനി കോസ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. പല കാരണങ്ങൾ കൊണ്ട് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, ഒരു കാറ് വാങ്ങിച്ചു. ആ കാറ് വാങ്ങിയത് 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. നമ്മളൊരു 3-4 വർഷം കഴിഞ്ഞിട്ട് ആ കാറ് വെക്കുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. എന്താ കാരണം? അതിൻ്റെ വാല്യൂ കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ വർഷവും കഴിയുമ്പോൾ, സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഈ കാറിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഫ്രം എനി കോസ്. പല കാരണങ്ങളുണ്ട് അതിന്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ സ്ഥിരമായ ഗ്രാജുവലായിട്ടുള്ള ആ ഡിക്രീസ് ഇൻ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ്. നമ്മൾ ഈ ഡിപ്രീസിയേഷനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഡിപ്രീസിയേഷൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്ലൈൻ ഇൻ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ ബ്രാക്കറ്റിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്സെപ്റ്റ് ലാൻഡ്. ലാൻഡ് എന്ന് പറയുന്ന അസറ്റിന് വാല്യൂ കുറയാറില്ല നോർമൽ കേസിൽ. സാധാരണഗതിയിൽ ലാൻഡ് എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും മേലോട്ടാണ്, അതിനൊരു ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഡിക്രീസിങ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ലാൻഡ് എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഡിപ്രീസിയേഷൻ കൊടുക്കാറില്ല. ഓക്കെ. ദെൻ ഡിപ്രീസിയേഷൻ ഈസ് ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂയിങ് പ്രോസസ്. ഡിപ്രീസിയേഷൻ ഒരു ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ബിക്കോസ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് വിൽ ഡിക്ലൈൻ എയ്തർ ബൈ ദെയർ കോൺസ്റ്റൻറ്റ് യൂസ് ഓർ ഒബ്സലസൻസ് ഡ്യൂ ടു എക്സ്പയറി ഓഫ് ടൈം. അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? സ്ഥിരമായ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ
കാലം കടന്നു പോകുന്നതിനനുസരിച്ചോ കുറയുന്നതിനെയാണ്, സ്ഥിരമായ കുറവ് വരുന്നതിനെയാണ്, പെർമനൻ്റ് ആയിട്ട് കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒബ്സോലസൻസ് കൊണ്ടുപോവാം. നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്, ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള മെഷീൻ ഇറങ്ങിയത്. ആ ഒരൊറ്റ കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? നമ്മുടെ കോമ്പറ്റീറ്റർ ബിസിനസ്സുമായി മത്സരിക്കണമെങ്കിൽ, പ്രൊഡക്ഷൻ പ്രോസസ്സ് നന്നായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുതിയ മെഷീൻ വെക്കൽ നിർബന്ധമായി. അപ്പോൾ എന്ത് ചെയ്തു? പഴയ മെഷീൻ ഒബ്സോലസൻസ് അഥവാ കാലഹരണപ്പെട്ട് പോവുക എന്ന് പറയും. അത് ഉപയോഗശൂന്യമായി മാറുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയ ആ മെഷീൻ യൂസ്ലെസ്സായി, അതിൻ്റെ വാല്യൂ ഇല്ലാതെയായി. അപ്പോൾ അതൊരു ഡിപ്രീസിയേഷന് ഒരു കാരണമാണ്, അല്ലെങ്കിൽ അങ്ങനെയും ഡിപ്രീസിയേഷൻ ഉണ്ടാവാം. ദെൻ ഡിപ്രീസിയേഷൻ ഈസ് ദ അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ടു ഇറ്റ്സ് എഫക്റ്റീവ് സ്പാൻ ഓഫ് ലൈഫ്. ഡിപ്രീസിയേഷൻ്റെ വേറൊരു സ്വഭാവമാണ്. ഡിപ്രീസിയേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫോൾ ഇൻ പ്രൈസ് ഓഫ് എ ഫിക്സഡ് അസറ്റ്. നമ്മളതിന് വേറൊരു രീതിയിൽ പറഞ്ഞതാണ്. ഡിപ്രീസിയേഷൻ ഈസ് ദ അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. നമ്മൾ വാങ്ങിയ മെഷീൻ്റെ വില 10 ലക്ഷം രൂപ അല്ലേ? 10 വർഷം മെഷീൻ ലൈഫ് ഉണ്ട്. അപ്പോൾ ഈ മെഷീനിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലുള്ള ഇൻകം, അല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് ബിസിനസ്സിന് ഉപയോഗപ്രദമായ വർഷങ്ങൾ 10 വർഷമുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് ഈ മെഷീൻ വാങ്ങിയപ്പോൾ ഉണ്ടായ കോസ്റ്റ് 10 ലക്ഷം രൂപ ഒരൊറ്റ വർഷത്തെ എക്സ്പെൻസായിട്ട് നമ്മൾ കാണിക്കാറില്ല. പകരം എന്ത് ചെയ്യും? ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എന്ന പേരിൽ ഒരു എക്സ്പെൻസായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതും. 10 ലക്ഷം രൂപയുടെ മെഷീൻ 10 വർഷം. അപ്പോൾ ഒരു വർഷത്തെ എക്സ്പെൻസ് എത്രയാണ്? 1 ലക്ഷം രൂപ. ആ എക്സ്പെൻസാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ടു എ ബിസിനസ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലെ ആ മെഷീൻ വാങ്ങിയത് ആദ്യ വർഷം 10 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ്. 10 ലക്ഷം രൂപ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആദ്യത്തെ വർഷം തന്നെ ആ 10 ലക്ഷം രൂപ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ അതിന് എന്താണ് ചെയ്യുന്നത്? ആ മെഷീൻ്റെ 10 വർഷം ലൈഫ് ഫോർ എക്സാമ്പിൾ അതിലേക്ക് ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ വർഷവും 1 ലക്ഷം രൂപ വീതം എക്സ്പെൻസായി കാണിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തോ? പേയ്മെൻറ്റ് നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ, നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ബിസിനസ് എക്സ്പെൻസായിട്ട് 1 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ എന്ന് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. 1 ലക്ഷം രൂപ കാണിക്കുന്നു. രണ്ടാമത്തെ വർഷവും 1 ലക്ഷം, മൂന്നാമത്തെ വർഷവും 1 ലക്ഷം. എല്ലാ വർഷവും ഈ അസറ്റിൻ്റെ ലൈഫ് പൂർത്തിയാകുന്നത് വരെ, ഫോർ എക്സാമ്പിൾ 10 വർഷം വരെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ എന്ന പേരിൽ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതെന്ത് ചെയ്യുന്നില്ല? ആർക്കും കൊടുക്കുന്നില്ല. 10 ലക്ഷം ആദ്യ വർഷം തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓരോ ലക്ഷം രൂപ ബിസിനസ്സിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. എക്സ്പെൻസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യും, ബിസിനസ്സിൻ്റെ കയ്യിൽ തന്നെ ആ ക്യാഷ് ഇരിക്കും. അതുകൊണ്ട് 10 വർഷം പൂർത്തിയാകുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഒരു ഫണ്ട് ഉണ്ടായിരിക്കും. ആ ഫണ്ട് ഉപയോഗിച്ച് പുതിയൊരു മെഷീൻ വാങ്ങിക്കാനും പറ്റും. ഓക്കെ. ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ടു എ ബിസിനസ്. ദെൻ ഇറ്റ് ഡിക്രീസസ് ഓൺലി ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിൻ്റെ ബുക്ക് വാല്യൂ, നമ്മുടെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മെഷീൻ, അതിൻ്റെ വാല്യൂ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വാങ്ങിയ 10 ലക്ഷം രൂപയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ ഒരു അസറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂവിലാണ് ഓരോ വർഷവും കുറവുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിന് കുറവുണ്ടാകുന്നതല്ല, നമ്മുടെ ബുക്ക് വാല്യൂവിനാണ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തിയ അസറ്റിൻ്റെ വാല്യൂവിനാണ് കുറവുണ്ടാകുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അതർ സിമിലർ ടേംസ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഡിപ്രീസിയേഷൻ ഈസ് ദ fall in the value of fixed assets. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന ഈ ടേമിന് പകരം മറ്റു ചില അസറ്റ്സുകൾക്ക് വേറെ ചില ടേമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ തന്നെയാണ്, പക്ഷേ നമ്മളതൊരു വേറെ തരം ഫിക്സഡ് അസറ്റുകൾക്കാണ് യൂസ് ചെയ്യുന്നത്. The term depletion is used to denote the fall in value of natural resources, that is wasting assets like mines, quarries, etc. നമ്മൾ ചെങ്കല്ലെടുക്കുന്ന ഒരു കോറിയാണ് ഫോർ എക്സാമ്പിൾ.
അല്ലെങ്കിൽ നമ്മൾ കരിങ്കല്ല് വെട്ടിയെടുക്കുന്ന ഒരു കോറി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റാണ് ഈ മൈൻ. ചെങ്കല്ല് കോറി അല്ലെങ്കിൽ കരിങ്കല്ല് കോറി ഇതെല്ലാം, അല്ലെങ്കിൽ ഗോൾഡ് മൈൻ, അയൺ മൈൻ, അല്ലേ, ഓയിൽ വെൽ, ഇതൊക്കെ വേസ്റ്റിംഗ് അസറ്റ്സ് ആണ്. കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ അസറ്റ്സ് ഉപയോഗശൂന്യമായി പോവും. ഓയിൽ വെല്ലാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്, കിട്ടാതാവും, അവിടെ യൂസ്ലെസ് ആവും. അപ്പോൾ അത്തരം അസറ്റ്സിനെ നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഡിപ്ലീഷൻ. അഥവാ വേസ്റ്റിംഗ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷന് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഡിപ്ലീഷൻ. വേസ്റ്റിംഗ് അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ് കോറീസ്, മൈൻസ്, ഓയിൽ വെൽസ് എക്സെട്ര. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദെൻ അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു റൈറ്റിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പാറ്റൻസ്, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ഫ്രാഞ്ചൈസസ്, ഗുഡ് വിൽ എക്സെട്ര. നമുക്കറിയാം ഒരുപാട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ഗുഡ് വിൽ, പാറ്റന്റ് റൈറ്റ്, കോപ്പിറൈറ്റ് പോലെയുള്ള ഒരുപാട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂവും എന്ത് ചെയ്യും? കാലങ്ങൾ കൊണ്ട് കുറയും. ഒരു കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റ് ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ആയിരിക്കും, എഗ്രിമെൻ്റ് അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഒരു പാറ്റന്റ് റൈറ്റ് ഉണ്ടെങ്കിൽ ആ പാറ്റന്റ് സ്ഥിരമായിട്ടുണ്ടാവില്ല, ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതും ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടേം അമോർട്ടൈസേഷൻ എന്നാണ്. എക്സാമിന് 1 വേർഡൊക്കെ ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഡിപ്രീസിയേഷനും ഡിപ്ലീഷനും അമോർട്ടൈസേഷനും എല്ലാം ഉപയോഗിക്കുന്നത് ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ കുറയുന്ന ആ പ്രോസസ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൂന്നും ഒരേ ടേമാണ്. ഡിപ്രീസിയേഷന് പകരമായിട്ട് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ്സിന് വാല്യൂ കുറച്ച് കാണിക്കുന്നത് ഡിപ്ലീഷൻ എന്ന പേരിലാണ്. അതേസമയം ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുന്നത് അമോർട്ടൈസേഷൻ എന്ന പേരിലാണ്. ദെൻ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ നോക്കണം. എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ? ഒന്ന്, വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് യൂസ് ഓർ പാസേജ് ഓഫ് ടൈം. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ തേയ്മാനം. ഡിപ്രീസിയേഷൻ എന്ന വാക്കിൻ്റെ മലയാളം മീനിങ് തന്നെ തേയ്മാന ചെലവുകൾ എന്നാണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് പറയാറ്. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ തേയ്മാനം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഇൻ ദ ബിസിനസ് ഓപ്പറേഷൻസ്, വിയർ ആൻഡ് ടിയർ അറൈസ് ഇൻ ദം വിച്ച് റിസൾട്ട്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ദെയർ വാല്യൂസ്. നമ്മൾ സ്ഥിരമായിട്ടൊരു അസറ്റ്, ഒരു മെഷീനോ ബിൽഡിങ്ങോ ഫർണിച്ചറോ കമ്പ്യൂട്ടറോ ഏതും ആവട്ടെ, സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തേയ്മാനം ഉണ്ടാവും, അഥവാ കാലക്രമേണ അത് യൂസ്ലെസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് ഓരോ വർഷവും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൾസോ റെഡ്യൂസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. കാലം കടന്നു പോകുന്നത് കൊണ്ട്, ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും ഓരോ അസറ്റിൻ്റെയും വാല്യൂ കുറയും. ഈ പാസേജ് ഓഫ് ടൈം മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കാർ വാങ്ങിച്ചു, ഷോറൂമിൽ നിന്ന് നേരെ വീട്ടിലെ കാർ പോർച്ചിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ വണ്ടി പിന്നീട് ഉപയോഗിച്ചതേ ഇല്ല. നമ്മൾ വിദേശത്ത് പോയി വണ്ടി അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ വണ്ടി നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് തോന്നി ആ വണ്ടി വിൽക്കാം. 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്, അല്ലേ? 2 വർഷം കഴിഞ്ഞ് വിറ്റു. നമ്മൾ തീരെ ഓടിയിട്ടില്ല, തീരെ ഉപയോഗിച്ചിട്ടില്ല. ആ വണ്ടിക്ക് നമുക്ക് 10 ലക്ഷം രൂപ കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. ഒരു 6-7 ലക്ഷം രൂപ മാത്രമേ കിട്ടുള്ളൂ. 3 ലക്ഷം രൂപ എന്താണ്? ഡിപ്രീസിയേഷനാണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ ആയിട്ട് അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് കുറഞ്ഞു? യൂസേജ് കൊണ്ടാണോ കുറഞ്ഞത്? തേയ്മാനം വന്നിട്ടാണോ? അല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പാസേജ് ഓഫ് ടൈം. ദെൻ എക്സ്പിറേഷൻ ഓഫ് ലീഗൽ റൈറ്റ്. നിയമപരമായ അവകാശത്തിൻ്റെ കാലാവധി പൂർത്തിയാവുക. ഒരു പ്രത്യേക മെഡിസിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പാറ്റൻ്റ് ഉള്ള ഒരു സ്ഥാപനം, അതൊരു നിശ്ചിത കാലത്തേക്കുള്ള ലീഗലായിട്ടുള്ള അവകാശമാണ് പാറ്റൻ്റ് റൈറ്റ്. ആ കാലം പൂർത്തിയാവുമ്പോൾ എന്ത് ചെയ്യും? ആ പാറ്റൻ്റ് റൈറ്റ് ഉപയോഗശൂന്യമാവും. അതിൻ്റെ വാല്യൂ ബിസിനസ്സിന് ഇല്ലാതെയാവും. സർട്ടൻ കാറ്റഗറീസ് ഓഫ് അസറ്റ്സ് ലോസ് ദെയർ വാല്യൂ ആഫ്റ്റർ ദ എഗ്രിമെൻറ്റ് ഗവേണിംഗ് ദെയർ യൂസ് ഇൻ ദ ബിസിനസ് കംസ് ടു ആൻ എൻഡ് after the expiry of predetermined period. Copyright, patent right, etc. Examples of such assets are patents or copyrights. Then മൂന്നാമതായിട്ട് ഡിപ്രീസിയേഷൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒബ്സൊലസൻസ് ആണ്. കാലഹരണപ്പെട്ടു പോവുക.
Obsolescence implies to an existing asset becoming out of date on account of the availability of better type of asset. Examples are technological changes. അല്ലേ, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം. നമ്മളൊരു അരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്, മില്ലാണ്. നമ്മൾ 2 വർഷം മുമ്പ് വാങ്ങിയ ഒരു മെഷീൻ നമ്മുടെ ബിസിനസ്സിലുണ്ട്. ഒരു മണിക്കൂറിൽ 100 ടൺ നെല്ല് അരിയാക്കി മാറ്റാൻ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള ഒരു മെഷീനാണ് നമ്മുടെ അടുത്തുള്ളത്. 2 വർഷം മുമ്പത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അത് ഉപയോഗിക്കുന്നത്. 10 വർഷം ലൈഫുണ്ട്. പക്ഷേ കറണ്ട് ഇയറിൽ 2 വർഷം കഴിഞ്ഞ് ഈ വർഷത്തിൽ പുതിയൊരു മെഷീൻ വന്നു. 1000 ടൺ നെല്ലിനെ ഒരു മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റും? അരിയാക്കി പാക്ക് ചെയ്ത് പുറത്തിറക്കുന്ന മെഷീനാണ്. നമുക്ക് ആ മെഷീൻ വാങ്ങൽ നിർബന്ധമായിരിക്കും. കാരണം എന്താണ്? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് ധാരാളം മില്ലുകളുണ്ട്, മാർക്കറ്റിൽ മത്സരമുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ 2 വർഷം മുമ്പ് വാങ്ങിയ മെഷീൻ നമ്മൾ ഒഴിവാക്കി പുതിയ മെഷീൻ വാങ്ങേണ്ടതായി വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പഴയ മെഷീൻ കാലഹരണപ്പെട്ടു എന്ന് പറയാം. ആ ഒരു കാലഹരണപ്പെടുക എന്നുള്ള ആ ഒരു വാക്കാണ് നമ്മൾ ഒബ്സലസൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2 വർഷം മുമ്പ് വാങ്ങിയതേ ഉള്ളൂ, 10 വർഷം ലൈഫുണ്ട്, പക്ഷെ നമ്മളത് ഒഴിവാക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും എന്ത് ചെയ്യാം? ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടാവാം. ദെൻ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പ്രൊഡക്ഷൻ മെത്തേഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ദെൻ ചേഞ്ച് ഇൻ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. ദെൻ അബ്നോർമൽ റീസൺസ്. അബ്നോർമൽ റീസൺസ് എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട്. ഡിക്ലൈൻ ഇൻ ദ യൂസ്ഫുൾനെസ് ഓഫ് അസറ്റ്സ് മേ ബി കോസ്ഡ് ബൈ അബ്നോർമൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ആക്സിഡൻറ്റ്സ് ഡ്യൂ ടു ഫയർ, എർത്ത് കേക്ക്, ഫ്ലഡ്സ് എറ്റ്സെട്ര. അബ്നോർമലായിട്ട് നമുക്ക് മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അസറ്റുകൾക്ക് ആ അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ നമുക്ക് എന്ത് പറയാം? അബ്നോർമൽ റീസൺസ് കൊണ്ടുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദെൻ നീഡ്, ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്ട്സ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തേണ്ട അതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിപ്രീസിയേഷൻ ഓർ ഒബ്ജക്ട്സ് ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഫോർ അസർട്ടൈനിങ് ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അവസാനത്തിൽ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കും, ഒരു ബാലൻസ് ഷീറ്റും തയ്യാറാക്കും. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തന റിസൾട്ട്, അതിൻ്റെ ഫലം എന്താണെന്ന് അറിയാനാണ്. ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പോൾ കൃത്യമായ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഓരോ ഫിക്സഡ് അസറ്റിൻ്റെയും വാല്യൂവിലുണ്ടായ കുറവിനെ അക്കൗണ്ട് ചെയ്യണം, അഥവാ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യണം. For ascertaining the correct profit or loss of a business for a financial year, depreciation should be charged to profit and loss account like other expenses such as wages, salary, etc. നമ്മൾ കൃത്യമായിട്ട് ബിസിനസ്സിൻ്റെ ഇൻകംസും എക്സ്പെൻസുകളും മാച്ച് ചെയ്യും. അപ്പോൾ മറ്റുള്ള എല്ലാ എക്സ്പെൻസുകളെയും റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റുകളുടെ വാല്യൂസിനുണ്ടായ കുറവ് അഥവാ ഡിപ്രീസിയേഷൻ കൂടി അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു ബിസിനസ്സിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രധാന ആവശ്യമാണ് ടു അസർട്ടൈൻ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ ഫോർ ഷോയിങ് ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇഫ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്സ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ഫോർ, then the assets will be shown in the balance sheet as overvalued so that it fails to show correct financial position of the business. ഒരു ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റുകളുടെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ കറക്റ്റായിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ, നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ, ബാലൻസ് ഷീറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന അസറ്റുകളുടെ വാല്യൂ ഓവർ വാല്യൂഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചു ഓരോ വർഷവും എന്ത് ചെയ്യും? ഫിക്സഡ് അസറ്റുകളുടെ വാല്യൂ കുറയും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്പ്ലേ ചെയ്യാൻ ബാലൻസ് ഷീറ്റിന് കഴിയാതെ പോകും. ദെൻ തേർഡ്, ടു പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്സ്.
depreciation, though debited to profit and loss account, it is not paid in cash like other expenses. Hence, the amount of depreciation retained in the business and is used for replacement of fixed assets after the expiry of their useful life. നമ്മൾ മറ്റു എക്സ്പെൻസുകളെ പോലെയല്ല ഡിപ്രീസിയേഷൻ. എന്തു ചെയ്യുന്നു? യഥാർത്ഥത്തിൽ അതിനൊരു ക്യാഷ് പേയ്മെൻ്റ് ഇല്ല. ഡിപ്രീസിയേഷൻ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസാണ്. എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. റെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻ്റ് ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. അതുപോലെയല്ല ഡിപ്രീസിയേഷൻ, ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല, ക്യാഷ് പേയ്മെൻ്റ് ഇല്ല. ഈ എമൗണ്ട് നമ്മൾ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ബിസിനസ്സിൻ്റെ കയ്യിൽ തന്നെ ഒരു ഫണ്ടായി അക്യുമുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും, കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അസറ്റിനെ അതിൻ്റെ കാലാവധി പൂർത്തിയാവുമ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പുതിയത് വാങ്ങിക്കാൻ കഴിയും, റീപ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ക്രിയേഷൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. ദെൻ ഫോർത്ത്, ഫോർ അവോയ്ഡിങ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ത് ചെയ്യാം? ഈ ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സിൻ്റെ ഒരു നിയമമാണ്, ഡിപ്രീസിയേഷൻ ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാം? ബിസിനസ്സിന് ആ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ്, ദ പ്രോഫിറ്റ് ഷോൺ ബൈ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി ഹൈ, സോ ദ ടാക്സ് ലാബിലിറ്റി വിൽ ആൾസോ ബി ഹൈ. നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇവിടെ മൈനസ് ചെയ്തിട്ടില്ല, അഥവാ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ഥാപനം ആ പ്രോഫിറ്റിന് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് എന്തിനു കൂടി വേണ്ടിയാണ്? നമ്മൾ അധികമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിപ്രീസിയേഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഡിപ്രീസിയേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഫോർ ഡിനോട്ടിങ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ പ്രോബ്ലം സൈറ്റിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.